റഷ്യ ഇന്ത്യയോട് പിണങ്ങിയിരിക്കുകയാണ്. നരേന്ദ്രമോദി റഷ്യയെ ഇനി അടുപ്പിക്കില്ല. അമേരിക്കയുമായി മോദി ഡീൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പുടിന് ഇത് വലിയ തിരിച്ചടിയാണ്. പക്ഷെ പുടിനെ പിണക്കുന്നത് ഇന്ത്യക്കാണ് തിരിച്ചടിയായി മാറാനായിട്ട് പോകുന്നത് എന്നിങ്ങനെയുള്ള പല പല കോൺസ്പിറസി തിയറികൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അടിച്ചിറക്കുന്നുണ്ട്. മാധ്യമങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇവരെ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ഉത്തരേന്ത്യക്കാർ ഇവരെ പ്രസ്റ്റിറ്റ്യൂട്ട്സ്, മാധ്യമ വ്യഭിചാരികൾ എന്നാണ് ഇവരെ പ്രധാനമായിട്ടും വിളിക്കുന്നത്. പക്ഷേ റഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത കൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഇവരെടുത്ത് വാർത്തയാക്കും. അതേസമയം ആ സമയം തന്നെ റഷ്യയുടെ വ്യാപാര മന്ത്രി പറഞ്ഞു, അങ്ങനെ ഒരു വിഷയമില്ല, ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതവർ കാണില്ല, ഇതവർക്ക് വാർത്തയല്ല. നരേന്ദ്രമോദി എന്തെങ്കിലും വാ തുറന്ന് മൊഴിയുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ് ഇവർ. നരേന്ദ്രമോദി എന്തെങ്കിലും പറയുന്നുണ്ടോ, നരേന്ദ്രമോദി കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടോ, നരേന്ദ്രമോദിയുടെ ദേഹത്തെ രോമം കൊഴിയുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അല്ലാതെ നാടിന് ഉപകാരമുള്ള ഒരു കാര്യവും ഇവർ പ്രധാനമായി നോക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ രാജ്യത്തെ എങ്ങനെയൊക്കെ ഡിഫെയിം ചെയ്യാം, അങ്ങനെ രാജ്യത്തെ ഡിഫെയിം ചെയ്യുമ്പോൾ ഈ സർക്കാർ അസ്ഥിരപ്പെടുന്നു എന്ന് കാണുമ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങിയ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കും, അങ്ങനെ ഞമ്മന്റെ രാജ്യം വരും. ഇതാണ് ഇവരുടെ ഒരു ആശയും ആഗ്രഹവും എന്ന് പറയുന്നത്. ഇപ്പോഴിതാ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിന് ശേഷം റഷ്യയും ഇന്ത്യക്ക് ഒരു പ്രത്യേക സമ്മാനം നൽകിയിരിക്കുകയാണ്. ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇനി വർദ്ധിക്കുമെന്ന് ാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് ശേഷം സൗഹൃദ രാജ്യമായിട്ടുള്ള റഷ്യ ഇന്ത്യക്ക് ആ വലിയ സമ്മാനം നൽകിയിരിക്കുകയാണ്. അടുത്തിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് താരിഫുകളിൽ വലിയ ഇളവ് നൽകുകയും താരിഫ് നിരക്ക് 18% കുറയ്ക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള S-400 ഇന്ത്യയിലേക്ക് അയക്കാൻ റഷ്യ അപ്പോൾ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റഷ്യ ഇതുവരെ 5 സിസ്റ്റങ്ങൾ അയക്കുന്നുണ്ട്, അതിൽ 3 അയച്ചു കഴിഞ്ഞു. ഇപ്പോൾ ശേഷിക്കുന്ന 2 സിസ്റ്റങ്ങൾ അയക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇന്ത്യ അങ്ങനെ ഒരു കരാർ ഒപ്പിടുകയാണെങ്കിൽ റഷ്യക്ക് നിശേഷിക്കുന്ന 2 ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ പോലെ. പക്ഷെ എന്തുകൊണ്ട് റഷ്യ അത് പറയുന്നില്ല? കേരളത്തിലെ മാധ്യമങ്ങളോ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളോ ഈ ചോദ്യം ചോദിച്ചാൽ അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ ഇരിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്ത്യയും റഷ്യയും ചേർന്ന് 5 S-400 മിസൈൽ സംവിധാനങ്ങൾ അയക്കാനാണ് കരാറിൽ ഒപ്പിട്ടത്. റഷ്യയിൽ നിന്ന് ആകെ 5 S-400 സിസ്റ്റങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിലാണ് ഒപ്പുവെച്ചത്. എന്നാൽ റഷ്യ ഇതുവരെ 3 അയച്ചു. ബാക്കിയുള്ള 2 സ്ക്വാഡ്രണുകളെ അയക്കുന്നതിനുള്ള അന്തിമ പ്രഖ്യാപനം ഇപ്പോൾ റഷ്യ നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഈ സംവിധാനം എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഏതൊക്കെ രീതിയിലാണ് ഈ സംവിധാനം സഹായിച്ചത് എന്ന് ഞാൻ എടുത്തു പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ S-400 ഇന്ത്യയിലേക്ക് 5 വരുമ്പോൾ ഇന്ത്യ റഷ്യയുമായി അകലുന്നില്ല എന്നുള്ളത് പച്ചയായിട്ട് ഉള്ള യാഥാർത്ഥ്യമാണ്. അത് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന സത്യവുമാണ്. എന്നിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.